കനക നാത്തൂനെ എന്താ അവിടെ പ്രശ്നം? ദൈവമേ എന്താടി? നാത്തൂനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു നല്ലൊരു സാരി കണ്ട്. അധികം വിലയൊന്നുമില്ല, 100-300 രൂപയുടെ ഒരു കോട്ടൺ സാരി. ഞാൻ അതൊന്ന് മേടിച്ചു തരാൻ പറഞ്ഞപ്പോ ഏട്ടന്റെ കയ്യിൽ പൈസ ഇല്ല. വരുന്ന വഴിക്ക് ഒരുത്തന് ഒരു പരിചയമില്ലാത്ത ഒരുത്തന് 700 രൂപ എടുത്ത് കൊടുത്തേക്കണം. എന്താടാ? ഒരു പാവപ്പെട്ട പയ്യൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത്. അവൻ പരീക്ഷ എഴുതിയിട്ട് വന്നതാണ്. അവന്റെ പേഴ്സ് അടിച്ചോണ്ട് പോയി. അവന് നാട്ടിൽ പോകാൻ പൈസ ഇല്ല, ആഹാരം കഴിച്ചിട്ടില്ല. അവൻ പാലക്കാട് അവിടെ ഉണ്ടുള്ളത് ഒരു പയ്യൻ. അതാണ് കാര്യം, ഒരാളെ സഹായിക്കല്ലേ വേണ്ടത് കൊച്ചേ. ഏട്ടനെ എന്നേലും വലുത് അവൻ. എന്തായാലും അവനെ കാണുമ്പോഴേ അറിയാം അവൻ ഫ്രോഡാണ്. ആ പൈസ കിട്ടാൻ പോണില്ല. ആ പൈസ വെള്ളത്തിൽ എഴുതിക്കും, അത് പോയി. പോയി ഞാൻ സഹിച്ചു. നിന്റെ പൈസ അല്ലല്ലോ. ഓ അതിനേക്കാൾ പൈസ എനിക്ക് തരാനുണ്ട്. 10,000 രൂപ. കണ്ട നമ്മൾ കാര്യം പറഞ്ഞ ഉടനെ എന്റെ അടുത്ത് കണക്ക് പറഞ്ഞു തുടങ്ങി. നീ ഒരുമാരത്തെ ഞഞ്ഞ വർത്താനം പറയല്ലേ? ഞാൻ നിനക്ക് വല്ല തരാനുണ്ടോ? ഇനി ഉണ്ടാ ഉള്ളു നീ ചേട്ടാ. ഇത് കനക ആവശ്യമില്ലാത്ത കണക്ക് പറയല്ലേ. കൊടുക്കാനില്ലേ അവന്? ആർക്ക് കൊടുക്കാണ്ട്? എവിടെയാന്ന് കൊടുക്കാല്ലോ, അവ എല്ലാം എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നതിന് മാത്രമേ ഉള്ളൂ കണക്ക്, നമുക്ക് തരുന്നതിന് കണക്ക്. നമ്മള് ജമതി നമ്മളൊക്കെ വന്നു കയറി. അയ്യോ ഇവിടെ അത് തന്നെ. എന്തെങ്കിലും പൈസ അവൾ എനിക്ക് വേണ്ടി ചെലവാക്കി അതിന്റെ കണക്ക് കുറച്ചില്ല. അത് അധ്വാനിക്കുന്നവർക്ക് അങ്ങനെ വിഷമം ഉണ്ടാവും. ഭയങ്കര അധ്വാനം തന്നെ. നാത്തൂന് അങ്ങനെ ന്യായീകരിക്കണ്ട കേട്ടോ ഏട്ടനെ. അവൻ അങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധനാണെന്ന് തോന്നിയിട്ടുണ്ടാവും. അത് അവൻ തിരിച്ചു മേടിച്ചോളും. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അല്ലെങ്കിലും നാത്തൂന് എപ്പോഴും ആങ്ങളെന്നെ ന്യായീകരിച്ചോണ്ടിരിക്കുവല്ലോ. പിന്നെ അവര് പരസ്പരം ന്യായീകരിച്ച് അവർ അവാർഡ് വാങ്ങാൻ പോണ ആങ്ങളെ മെങ്ങളല്ലേ. ഞങ്ങളുടെ ഇഷ്ടം. എടാ നിന്റെ ആ പൈസ പോയി. ഞാൻ സഹിച്ചു. നിങ്ങൾ പറഞ്ഞു കേട്ടോ, നിങ്ങളുടെ പൈസയാണോ? നിങ്ങൾ എന്ത് അപ്പൊ എന്റെ അടുത്ത് കണക്ക് പറയുന്നേ? നിങ്ങളെ കണക്ക് പറഞ്ഞാൽ നിങ്ങൾ തെണ്ടാൻ ചെന്നിട്ടല്ലേ? ഞാൻ അവന്റെ അടുത്ത് തണ്ടാൻ പോയില്ല, എനിക്ക് അവന്റെ പൈസ വേണ്ട. അന്ന് ഇനി മുതലേ തെണ്ടാൻ നിൽക്കണം. നിന്റെ പൈസ പോയടാ. നീ ഒരു പോടർക്ക. ഇനി അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണ്ട. ഒന്ന് ഒഴിവാക്കാൻ നീ അതേറല്ലേ കുഴപ്പമില്ല. ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാൻ പോവാ. മഴ ഇവിടെ തിരിയാം. ഒരു സമാധാനം ഇല്ലെന്നുള്ളത്.